നമസ്തേ. നമ്മളിന്ന് ആഴ്ചഫലമാണ് പറയുന്നത്. ഏപ്രിൽ 22 മുതൽ 28 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് ഇപ്പോൾ ശനി 12ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പൊതുവെ ശനി 12ാം ഭാവത്തിൽ, ശുക്രൻ, സർപ്പം, ബുധൻ ഇതൊക്കെ 12ാം ഭാവത്തിലാണ്. അപ്പോൾ വ്യാഴം 2ലും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ധനപരമായിട്ടൊക്കെ ഗുണമുള്ള സമയം തന്നെയാണ്. പക്ഷേ അനാവശ്യമായ ചിലവുകൾ വന്നു ചേരുന്ന സമയമാണ്. പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ വരാം. ഈ 12ൽ ശനി സഞ്ചരിക്കുമ്പോൾ പല പ്രവർത്തനങ്ങളും വിഫലങ്ങളായിട്ട് വന്നേക്കാം. പിന്നെ കുറച്ച് അലസതയൊക്കെ കൂടാം. ശാരീരിക ക്ലേശങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാം. കാരണം ചൊവ്വ 4ാം ഭാവത്തിലാണ്. അപ്പോൾ ശത്രുക്കളുടെ ഇടയിലൊക്കെ ഒരു പരിഹാരമൊക്കെ ഉണ്ടാകും. 6ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ട് ഗുണമാണ്. വ്യാഴവും 2ലാണ്, ഗുണമാണ്. 12ാം ഭാവത്തിലെ ശുക്രൻ്റെ സഞ്ചാരവും ഗുണമാണ്. അത് ഉച്ചത്തിലല്ലേ, അപ്പോൾ അത് ഗുണമാണ്. പക്ഷേ അപ്രതീക്ഷിതമായ അനാവശ്യമായ ചിലവുകൾ വരാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് അലസതയും ഒക്കെ വർദ്ധിക്കാവുന്ന സമയമാണ്. പൊതുവേ മേടക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു സമയമാണ്. എങ്കിലും കുടുംബത്തിലൊക്കെ 4ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കുടുംബത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആദ്യത്തിനാണെങ്കിൽ ലഗ്നത്തിലാണ്, അതും അത്ര അനുകൂലമല്ല. അപ്പോൾ കുറച്ച് ആയാസവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. പൊതുവേ ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചിലവുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യമാണ്. കാർത്തികയുടെ അവസാന 3/4 ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അവർക്ക് ധനപരമായിട്ട് ശനി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്, ഗുണമാണ്. ശുക്രൻ ഉച്ചത്തിൽ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്, അതും ഗുണമാണ് ധനപരമായിട്ട്. സർപ്പം 11ൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ബുധനും 11ൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ശനിയും ശുക്രനും സർപ്പവും ബുധനും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ട് ഇടവക്കൂറുകാർക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ ചൊവ്വ 3ാം ഭാവത്തിലാണ്, ശ്രദ്ധിക്കുക. സഹോദരങ്ങൾ മൂലം മനക്ലേശങ്ങൾ വരാം. കേതു ആണെങ്കിൽ 5ാം ഭാവത്തിൽ, അപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ധനച്ചിലവുകൾ വരാം. വ്യാഴമാണെങ്കിൽ ലഗ്നത്തിൽ, അപ്പോൾ സ്ഥാനഭ്രംശങ്ങൾ, സ്ഥാനമാറ്റങ്ങളൊക്കെ ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട്, അത് മെയ് 14ലാണ് മാറുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യാഴം ലഗ്നത്തിൽ സഞ്ചരിക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ ഉണ്ടാകുന്ന സമയമാണ്. ഇനിയിപ്പോൾ വ്യാഴം മാറാൻ പോവുകയാണ് മെയ് 14ാം തീയതി. അപ്പോൾ അവസാനത്തോടെ എടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. 12ാം ഭാവത്തിൽ ആദിത്യനും സഞ്ചരിക്കുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായ ദ്രവ്യനാശങ്ങൾ ഉണ്ടാകാം. അലർജി രോഗങ്ങൾ, ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. അടുത്ത മിഥുനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യ 3/4 ഭാഗമാണ് മിഥുനക്കൂറ്. 11ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആദിത്യൻ്റെ 11ലെ സഞ്ചാരം നല്ലതാണ്. ധനപരമായിട്ടൊക്കെ മിഥുനക്കൂറുകാർക്ക് ഗുണം ചെയ്യും. എങ്കിലും കർമ്മരംഗത്ത് ശനിയാണ്. അപ്പോൾ എപ്പോഴും ഒരു തടസ്സങ്ങളും ഭയവും ഇതൊക്കെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അത്ര സുഖകരമായിരിക്കില്ല കർമ്മരംഗം, ഈ ശനി 10ൽ സഞ്ചരിക്കുന്ന കാരണം കൊണ്ട്. പിന്നെ വ്യാഴക്ഷേത്രത്തിലാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ശനി ചെയ്യില്ല. എങ്കിലും കർമ്മരംഗത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ശുക്രനും 10ൽ സഞ്ചരിക്കുന്നത്, ഉച്ചത്തിലാണെങ്കിൽ പോലും ശുക്രനും 10ൽ സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമല്ല. കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കും. ബുധൻ 10ൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. സർപ്പം 10ലാണ്. അപ്പോൾ ശനിയും ശുക്രനും സർപ്പവും ഒക്കെ 10ൽ സഞ്ചരിക്കുന്ന അത്ര അനുകൂലമല്ല. കർമ്മരംഗത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ചൊവ്വ 2ൽ സഞ്ചരിക്കുന്നു. ധനനാശം, വാക്കുകൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കുക, അതുമൂലം ധനനാശങ്ങളൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ ശ്രദ്ധിക്കുക. വ്യാഴമാണെങ്കിൽ 12ലും സഞ്ചരിക്കുന്നു. അപ്പോൾ ദൈവാധീനം ഒട്ടും ഇല്ലാത്ത സമയമാണ്.
സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കാം. ഈ വ്യാഴ അനുകൂലം അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരിക. പിന്നെ ദേഹാരിഷ്ടതകളും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കുക. ശാരീരിക അരിഷ്ടതകൾ മൂലം പ്രവർത്തന രംഗത്ത് പല വിമിഷ്ടങ്ങളും അനുഭവിക്കാവുന്ന സമയമാണ്. കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാം. മാതാവിനും പിതാവിനും അങ്ങനെയുള്ള സ്ഥാനക്കാർക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള കാരണവരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത്ര അനുകൂലമായ സമയമൊന്നുമല്ല ഈ സമയം. പ്രത്യേകിച്ച് മാതാവിന് അനുകൂലമായ സമയമല്ല മിഥുനക്കൂറുകാരുടെ. അടുത്ത കർക്കിടകക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. പുണർദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ്. അവർക്ക് ശനി അഷ്ടമത്തിൽ നിന്ന് 9ാം ഭാവത്തിലേക്ക് മാറിയെങ്കിലും ഭാഗ്യഭാവത്താണ് വ്യാഴം. അവർക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ ദേഹാരിഷ്ടതകളൊന്നും വിട്ടൊഴിയുന്നില്ല. പങ്കാളിക്കും പലതരത്തിലുള്ള ദേഹാരിഷ്ടതകളൊക്കെ വരാവുന്ന സമയമാണ്. മറ്റുള്ളവരിൽ നിന്ന് പലതരത്തിലുള്ള ദേഹോപദ്രവങ്ങൾ അല്ലെങ്കിൽ മാനസിക പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ. ശുക്രൻ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ബുധനും ശുക്രനും 9ൽ സഞ്ചരിക്കുന്നു. അത് നല്ലതാണ്. വസ്ത്രാഭരണാദി ലാഭം, ധനലാഭം, പുതിയ സുഹൃത്തുക്കളെ കിട്ടുക, അവരുമായിട്ട് ഇടപഴകുമ്പോൾ സന്തോഷം ഉണ്ടാവുക. എങ്കിലും സർപ്പവും ശനിയും ഒക്കെ 9ാം ഭാവത്തിലാണ്. അപ്പോൾ എപ്പോഴും എന്ത് കാര്യത്തിനൊരു ഭാഗ്യഹീനത്വം വരും എന്ന് കരുതി മുന്നോട്ട് പോകണം. ചൊവ്വയാണെങ്കിൽ ലഗ്നത്തിലാണ്. കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ലഗ്നത്തിലെ ചൊവ്വ സഹായിക്കും. പിന്നെ മുറിവ്, പൊള്ളൽ, ശാരീരിക അരിഷ്ടതകൾ, അപകടങ്ങൾ ഇതൊക്കെ ലഗ്നത്തിലെ ചൊവ്വ തരും. അതൊക്കെ ശ്രദ്ധിക്കുക. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ 3ാം ഭാവത്തിലെ കേതു അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ 3ാം ഭാവത്തിലെ കേതു അനുകൂലമാണ്. വ്യാഴമാണെങ്കിൽ 11ാം ഭാവത്തിലാണ്. അതും അനുകൂലമാണ്. സ്ഥാനപ്രാപ്തിയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്ഥാനപ്രാപ്തിയും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ സൗഹാർദ്ദങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും ശാരീരിക അരിഷ്ടതകൾ ഇവരെ വിട്ട് ഒഴിയുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. പ്രവർത്തന രംഗത്ത് ശാരീരിക അരിഷ്ടതകളെ തടസ്സങ്ങൾ വരുത്താം. 10ാം ഭാവത്തിലെ ആദിത്യൻ ഗുണമാണ്. കാര്യസിദ്ധിയും ഉണ്ടാക്കുന്ന സമയമാണ്. അടുത്തത് ചിങ്ങക്കൂറ്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. ശനി, സർപ്പം, ബുധൻ, ശുക്രൻ ഇതൊക്കെ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 9ലാണെങ്കിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു. 9ാം ഭാവത്തിലാണ് ആദിത്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ അപകടങ്ങൾ വരാവുന്ന ഒരു മാസമാണ് ഈ മേടമാസം. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പിന്നെ അഷ്ടമത്തിലെ ശനി, സർപ്പം ഇതൊക്കെ ദേഹാരിഷ്ടതകൾ, മനോവ്യസനങ്ങൾ, പിതാവിന് അത്ര അനുകൂലമായിരിക്കില്ല. പിതൃക്ലേശങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന സമയമാണ്. ശുക്രൻ 8ൽ കുറച്ച് ശാഠ്യബുദ്ധി കൂട്ടാം. ബുധൻ 8ൽ കടബാധ്യതകളൊക്കെ കുറയാം. ബുധൻ 8ൽ നല്ലതാണ്. ധനപരമായ കാര്യങ്ങളിലൊക്കെ ഗുണം ഉണ്ടാക്കി തരും. എങ്കിലും ചൊവ്വ 12ാം ഭാവത്തിൽ വെറുതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ട് അപമാന അപകീർത്തിയൊക്കെ വരുത്തി വയ്ക്കുന്ന സമയമാണ്. സഹോദരങ്ങൾക്ക് അത്ര അനുകൂലമല്ല ചൊവ്വ 12 സഞ്ചരിക്കുമ്പോൾ. പിന്നെ പൊതുവെ ഈ വ്യക്തിക്ക് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള രോഗശങ്കകൾ, ഒരു ഭയം എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. 2ാം ഭാവത്തിൽ കേതുവാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. വാക്കുകൊണ്ട് ധനനാശം ഉണ്ടാവാം. വാക്ക് പ്രവൃത്തി ഇതുകൊണ്ടൊക്കെ ധനപരമായ കാര്യങ്ങളിൽ നാശം ഉണ്ടാവാം. വ്യാഴം 10ലാണ്. വ്യാഴം 10ൽ സഞ്ചരിക്കുന്നതും അത്ര അനുകൂലമല്ല. സുഖങ്ങൾക്ക് വിരോധം ഉണ്ടാക്കും. എന്തൊക്കെ ഉണ്ടായാലും ഒരു മനസ്സമാധാനക്കുറവ് വ്യാഴം 10ൽ നൽകും. അതും ശ്രദ്ധിക്കുക. പിന്നെ സുഹൃത്തുക്കൾ തമ്മിൽ യാത്രകൾ നടത്താവുന്ന സമയമാണ്. ലഗ്നാധിപനായ ആദിത്യൻ 9ാം ഭാവത്തിലെ ഭാഗ്യഭാവത്ത് സഞ്ചരിക്കുമ്പോൾ ഭാഗ്യമൊക്കെ ഉണ്ടാവുമെന്ന് പറയെങ്കിലും രോഗാരിഷ്ടതകൾ ഒന്നല്ലെങ്കിൽ ഒന്നും തരത്തിൽ വരാം. പിന്നെ ഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാം. വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടക്കാം, അല്ലെങ്കിൽ നമുക്ക് തീരുമാനമാകാം. ധനപരമായ കാര്യങ്ങളിൽ ലഗ്നാധിപനാണ് ആദിത്യൻ. അത് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഉച്ചത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനമൊക്കെ ആവാം. ധനപരമായ കാര്യങ്ങളിലും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവാം. കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ഈ മാസം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവും. ഒരു
ഭാഗ്യമൊക്കെ ആ വക കാര്യങ്ങളുണ്ടാവും. എങ്കിലും 12ാം ഭാവത്തിൽ ചൊവ്വയാണ്. കേസിലൊക്കെ ഭാഗ്യം ഉണ്ടാവും എന്ന് പറയുന്നത് കേസിൽ ചെന്ന് ചാടരുത്. കേസൊക്കെ ഉണ്ടാവുന്നതാണ് 12ൽ വ്യാഴം അല്ല ചൊവ്വ സഞ്ചരിക്കുന്ന സമയം. കാരണം എന്താണെന്ന് വെച്ചാൽ 12ലെ ചൊവ്വ അപമാനം, അപകീർത്തി, മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ചെന്ന് ഇടപെട്ട് അപമാനം, അപകീർത്തിയൊക്കെ ഉണ്ടാക്കി തരുന്ന സമയമാണ്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അഷ്ടമത്തിലെ ശനിയുമാണ്. ദേഹാരിഷ്ടതകൾ, കാലും കയ്യെ കൂടിയ അപകടങ്ങൾ, വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സർപ്പം 8ൽ സഞ്ചരിക്കുന്നു. എപ്പോഴും മനോവ്യസനങ്ങളും മനസ്സ് തന്നെ എപ്പോഴും മടുത്തിട്ട് ടെൻഷൻ കൂടുന്ന സമയമൊക്കെയാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ചിങ്ങക്കൂറുകാർ എപ്പോഴും ഒരു മനസ്വസ്ഥത, അകാരണമായ ഒരു മനക്ലേശം അനുഭവിക്കുന്ന സമയം കൂടിയാണ് ചിങ്ങക്കൂറുകാർക്ക്. എങ്കിലും ധനപരമായ കാര്യങ്ങളിലൊക്കെ ചെറിയ ഒരു ലാഭമൊക്കെ ഉണ്ടാവും. അതൊക്കെ ചിലവാക്കാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്തത് കന്യക്കൂറുകാരുടെ കാര്യമാണ്. കന്യക്കൂറ് ഉത്രത്തിൻ്റെ അവസാന കാൽഭാഗം, ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്യക്കൂറ്. അവർക്കിപ്പോൾ 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. സർപ്പം, ബുധൻ, ശുക്രനൊക്കെ 7ാം ഭാവത്തിൽ. അപ്പോൾ 7ൽ ശനി സഞ്ചരിക്കുന്നത് നല്ലതല്ല. പക്ഷെ വ്യാഴക്ഷേത്രമായതുകൊണ്ട് ഒരു മധ്യമാവസ്ഥയൊക്കെ ഉണ്ടാവും. എങ്കിലും ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഈ 7ൽ ശുക്രനും ബുധനും ഒന്നും സഞ്ചരിക്കുന്ന അത്ര നല്ലതല്ല. നമ്മളറിയാത്ത കാര്യത്തിന് പോലും നമുക്ക് മനോവ്യസനങ്ങൾ അനുഭവിക്കേണ്ടി വരിക, മറ്റുള്ളവർ കുറ്റം പറഞ്ഞ്. പിന്നെ ബഹുപ്രകാരേണ ദേഹോപദ്രവങ്ങൾ. ഈ ദേഹോപദ്രവങ്ങൾ എന്ന് പറയുന്നത് ശാരീരിക മാനസിക ക്ലേശങ്ങളൊക്കെയാണ്. അതൊക്കെ ശ്രദ്ധിച്ചു പോവുക. എങ്കിലും ചൊവ്വ 11ാം ഭാവത്തിലാണ്. പല സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പലരുടെയും അപ്രതീക്ഷിത ധനസഹായങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ്. വ്യാഴം 9ലുണ്ട്, ഭാഗ്യഭാവത്ത് വ്യാഴമുണ്ട്. അപ്പോൾ ധനപരമായ കാര്യങ്ങളിൽ ഗുണമാണ്. എന്തെല്ലാം കാര്യം ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ കരകയറി പോവാൻ ഈ ഭാഗ്യസ്ഥാനത്തുള്ള വ്യാഴം സഹായിക്കും. പിന്നെ ലഗ്നത്തിലെ കേതുവാണ്. കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടതിന് ശേഷമാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എങ്കിലും ദാമ്പത്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. കുടുംബത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സഹോദരങ്ങൾക്ക്, സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ആദ്യത്തിന് 8ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. നേത്രരോഗങ്ങൾ, ശാരീരിക അരിഷ്ടതകളൊക്കെ ഈ മാസത്തിലുണ്ടാവാം. അതൊക്കെ ശ്രദ്ധിച്ച് കന്യക്കൂറുകാർ മുന്നോട്ട് പോവുക. പൊതുവെ വ്യാഴം 9ലായതുകൊണ്ട് എല്ലാ സ്ഥലത്തു നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചു കൊണ്ട് പോരും. എങ്കിലും 7ാം ഭാവത്തിൽ ശനിയാണ്. അപ്പോൾ ദാമ്പത്യത്തിൽ ലഗ്നത്തിൽ കേതുവാണ്. അപ്പോൾ എടുത്തുചാട്ടം, പെട്ടെന്നുള്ള വാക്പ്രയോഗങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കുക. വാക്ക് തർക്കങ്ങൾക്ക് മുതിരാതിരിക്കുക. മറ്റുള്ളവരെ ഒരുപാട് അങ്ങോട്ട് വിശ്വസിക്കാതിരിക്കുക എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം. അടുത്ത് തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ചിത്രയുടെ അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. 6ാം ഭാവത്തിലാണ് ശനി, ശുക്രൻ, സർപ്പം, ബുധൻ ഇതൊക്കെ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ചൊവ്വ 10ാം ഭാവത്തിൽ, കേതു 12ൽ, വ്യാഴം 8ൽ. അപ്പോൾ ശനിയും സർപ്പവും ഒക്കെ 6ൽ സഞ്ചരിക്കുന്നത് ധനപരമായ കാര്യങ്ങളിൽ വലിയ പ്രയാസങ്ങൾ നൽകില്ല. പക്ഷേ ശുക്രൻ, ലഗ്നാധിപനായ ശുക്രൻ 6ലാണ്. ശത്രുപീഡകൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വയം മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തോന്നിയിട്ട് ചിന്തിച്ച് ശത്രുക്കളെ ഉണ്ടാക്കി അവരുമായിട്ട് കലഹങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലഹങ്ങൾ, ഇതൊക്കെ ശുക്രൻ 6ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ 10ാം ഭാവത്തിലെ ചൊവ്വ സഞ്ചരിക്കുകയാണ്. മനോവ്യസനങ്ങൾ വിട്ടൊഴിയുന്നില്ല. 12ാം ഭാവത്തിലെ കേതുവാണ്. എന്തെങ്കിലും തരത്തിലുള്ള രോഗശങ്കകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. വ്യാഴം 8ലാണ്. ഏറ്റവും പ്രധാനം വ്യാഴത്തിൻ്റെ ഇതാണ്. അപ്പോൾ അഷ്ടമത്തിലെ വ്യാഴം ഒരിക്കലും ശാരീരിക മാനസിക സ്വസ്ഥതകൾ നൽകില്ല. അതിപ്പോൾ മാറും, മെയ് 14 മാറും. എങ്കിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ധനപരമായ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ വരാവുന്ന സമയമാണ് വ്യാഴം ദുസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്ത്. അതൊക്കെ ശ്രദ്ധിക്കുക. 7ലാണ്
ആദിത്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ സഞ്ചാരം, യാത്രകൾ ഇതൊക്കെ ഉണ്ടാവും. ഇവർ ശ്രദ്ധിക്കേണ്ട ഇവർക്കിടെ എടുത്തുചാട്ടം മൂലമുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. മറ്റുള്ളവരെക്കുറിച്ച് ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ വെച്ചിട്ട് ശത്രുത ഉണ്ടാക്കി സ്വയം മനോവിഷമം അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കുക. ദാമ്പത്യപരമായ കാര്യങ്ങളിൽ, ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് ശുക്രൻ ചൊവ്വ 10-ലാണല്ലോ സഞ്ചരിക്കുന്നത്. അപ്പോൾ കർമ്മരംഗത്ത് എപ്പോഴും അതൃപ്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയം തന്നെയാണ്. അത് ബന്ധങ്ങളിൽ, കർമ്മരംഗത്തായാലും ഈ 10-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്തായാലും പിന്നെ വ്യാഴം 8-ലാണ് സഞ്ചരിക്കുക. അപ്പോൾ കർമ്മരംഗത്തായാലും മറ്റുള്ള ബന്ധങ്ങളിലായാലും ഒക്കെ ഒരു ഉലച്ചിൽ തട്ടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ശുക്രൻ 6-ാം ഭാവത്തിൽ, ലഗ്നാധിപൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്വയം ശത്രു ഉണ്ടാക്കി മനസ്സ് വെറുതെ വിഷമിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച്, ചിലപ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന കൂടി ഉണ്ടാവില്ല, പക്ഷേ ഇവർ ചുമ്മാ മനസ്സിൽ ചിന്തിച്ച് ശത്രുക്കളെ ഉണ്ടാക്കി സ്വയം മനസ്സ് വിഷമിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്ന തുലാക്കൂറുകാർ. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വാക്കും പ്രവൃത്തിയൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. എടുത്തുചാട്ടം ഒഴിവാക്കുക. അടുത്ത് വൃശ്ചികക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. 6-ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുകയാണ്. പ്രവർത്തന രംഗത്തുള്ള ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ കുറയുന്ന സമയമാണ്. എങ്കിലും ശനി 5-ാം ഭാവത്തിലേക്ക് മാറി. ശനി, സർപ്പം, ബുധൻ, ശുക്രൻ ഇതൊക്കെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ 5-ൽ സഞ്ചരിക്കുമ്പോൾ അത് 12-ാം ഭാവാധികനും കൂടിയാണ്. അപ്പോൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വരാം, സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. എങ്കിലും ശുക്രൻ 5-ൽ ഉച്ചത്തിൽ സഞ്ചരിക്കുമ്പോൾ സന്താന യോഗം അല്ലെങ്കിൽ സന്താന ഭാഗ്യം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുകളൊക്കെ വരാവുന്ന സമയമാണ്. അത് അവരുടെ ജാതകത്തിലും കൂടി കണക്കെടുത്തിട്ട് വേണം നമ്മൾ കൂടുതൽ പറയാൻ. എങ്കിലും പൊതുവായിട്ട് ശനി 5-ൽ സഞ്ചരിക്കുകയാണ്. പൂർവ്വപുണ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുകയാണ്. ഭാഗ്യം കുറവുള്ള സമയമാണ്. ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തണം. 5-ലെ സർപ്പവും ധനനഷ്ടങ്ങൾ, പെട്ടെന്നുള്ള ധനനഷ്ടങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് 5-ൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കിത്തരും. അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ തരും. പിന്നെ ബുധൻ 5-ൽ സഞ്ചരിക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാം. പൊതുവേ സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വൃശ്ചികക്കൂറുകാർക്കില്ല, പക്ഷേ അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വരാവുന്ന സമയമാണ്. സന്താനങ്ങളുടെ കാര്യത്തിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയേണ്ടത് ചൊവ്വ 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ സഞ്ചരിക്കുമ്പോൾ രോഗപീഠകൾ ഒന്നല്ലെങ്കിൽ ഒന്നെന്ന തരത്തിൽ ശിരോസംബന്ധമായ രോഗങ്ങൾ വരാം, ദന്തരോഗങ്ങൾ വരാം, ഉദരസംബന്ധമായ രോഗങ്ങൾ വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. കേതു 11-ാം ഭാവത്തിലാണ്, ധനപരമായ ഗുണമാണ്. വ്യാഴം 7-ലുമാണ്. അത് മറ്റുള്ളവരുടെ ഇടയിൽ ബഹുമാനം, അംഗീകാരം ഒക്കെ ലഭിക്കാവുന്ന സമയത്തിലൂടെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കടന്നു പോകുന്നത്. മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. അപ്പോൾ കർമ്മരംഗത്തായാലും കുറേ പേര് ശത്രുക്കളുണ്ടെങ്കിലും മറ്റു കുറേ പേര് അംഗീകരിക്കുന്ന സമയം കൂടിയായിരുന്നു വ്യാഴം 7-ൽ സഞ്ചരിക്കുമ്പോൾ. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ വരാവുന്ന സമയമാണ്. അവരുടെ പഠന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യപരം രംഗത്തൊക്കെ ആയാലും എന്തെങ്കിലും തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് വരാവുന്ന സമയം കൂടിയാണ്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത് ധനുക്കൂറുകാരുടെ കാര്യമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അവർക്കിപ്പോൾ ശനി 4-ാം ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. ശനി, സർപ്പം, ബുധൻ, ശുക്രൻ ഇതൊക്കെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. ബുധൻ്റെയും ശുക്രൻ്റെയും 4-ാം ഭാവത്തിലെ സഞ്ചാരം നല്ലതാണ്, ധനപരമായിട്ട് ഗുണം. പക്ഷെ 4-ലെ ശനിയും സർപ്പവും ഉണ്ട്, അത് ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം അപകടങ്ങളെ വിളിച്ചു വരുത്തും. ശത്രുക്കളുടെ അഭിവൃദ്ധി ഉണ്ടാവും. ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള എടുത്തുചാട്ടം മൂലമുള്ള പ്രശ്നങ്ങളുണ്ടാകാം. മിത്രങ്ങളുടെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിലൊക്കെ ശ്രദ്ധിക്കുക. സഹോദരങ്ങളുടെ ഇടയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാരണം 4-ലാണ് ശനിയും സർപ്പവും. കുടുംബത്തിലെ ബന്ധുക്കളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഓരോ സ്വജനങ്ങളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അടുത്ത 2.5 വർഷം. ഇപ്പോൾ സർപ്പം മാറും, രാഹു മാറും,
അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ കുറയും, എങ്കിലും ഇപ്പോൾ ശ്രദ്ധിക്കുക. ബുധൻ്റെയും ശുക്രൻ്റെയും 4-ാം ഭാവത്തിലെ സഞ്ചാരം ഇപ്പോൾ ഗുണമാണ്. പക്ഷെ ചൊവ്വ 8-ാം ഭാവത്തിൽ കുറച്ച് നാളായിട്ട് സഞ്ചരിക്കുകയാണ്. അപകടങ്ങൾ, ശത്രുപീഡകൾ, രോഗപീഡകൾ, വാഹന അപകടങ്ങൾ, ഇതൊക്കെയാണ് ചൊവ്വ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 10-ാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. അപ്പോൾ 10-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ രംഗത്തെ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, മനോവ്യസനങ്ങൾ, ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയത്തിലൂടെയാണ് ധനുക്കൂറുകാരിപ്പോൾ കടന്നു പോകുന്നത്. അതിനൊക്കെ ഒരു മാറ്റം മെയ് 18-ന് ഉണ്ടാവും. മെയ് 18-നാണ് രാഹുകേതുക്കളുടെ മാറ്റം. കുറച്ചൊക്കെ ഒരു ആശ്വാസം ആ സമയത്ത് കിട്ടും. ഇനി വ്യാഴം 6-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുക. അപ്പോൾ മനോക്ലേശങ്ങൾ ഉണ്ടാവും. പൊതുവേ പറഞ്ഞാൽ ഇവർക്കിപ്പോൾ ബുധൻ്റെയും ശുക്രൻ്റെയും 4-ലെ സഞ്ചാരമാണ് കുറച്ചൊരു ഗുണം ചെയ്യുന്നത്. ബാക്കിയൊന്നും അത്ര അനുകൂലമല്ല. ദൈവാധീനം കുറവുള്ള സമയമാണ് ധനുക്കൂറുകാർക്ക്. 5-ാം ഭാവത്തിൽ ആദിത്യനും കൂടി മേടമാസത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഗാരിഷ്ടതകൾ വരാം, അപകടങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പൊതുവെ കുടുംബ മനസ്സമാധാന കുറവുള്ള സമയമാണ് ധനുക്കൂറുകാർക്ക്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത മകരക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം. ഉത്രാടത്തിൻ്റെ അവസാന 1/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. ഇവർക്ക് പൊതുവെ ശനി, സർപ്പം, ശുക്രൻ, ബുധൻ ഇതൊക്കെ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ശനിയുടെയും സർപ്പത്തിൻ്റെയും 3-ാം ഭാവത്തിലെ സഞ്ചാരം ധനപരമായിട്ട് മകരക്കൂറുകാർക്ക് ഗുണം തന്നെയാണ്. ദൃഢനിശ്ചയം, ചില ഉറച്ച തീരുമാനങ്ങൾ, കാര്യങ്ങളിൽ വിജയം, ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശുക്രൻ 3-ാം ഭാവത്തിൽ നല്ലതാണ്, അത് ഉച്ചത്തിലാണ്. ബുധനും 3-ാം ഭാവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭയം, അതായത് ശത്രുക്കളുടെ ഇടയിലുള്ള ഭയമൊക്കെ 3-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ അടുത്ത ആളുകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ ചില മനസ്സ് അസ്വസ്ഥമാക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവാം. ചൊവ്വ 7-ാം ഭാവത്തിലാണ്. മനക്ലേശം, ഞാൻ പറഞ്ഞില്ലേ മനസ്വസ്ഥ കുറവ്. ഈ ബുധൻ 3-ാം ഭാവത്തിൽ അത്ര അനുകൂലമല്ല. ചൊവ്വയുടെ 7-ാം ഭാവവും അത്ര അനുകൂലമല്ല. കേതു 9-ാം ഭാവത്തിലാണ്. ഭാഗ്യസ്ഥാനത്ത് കേതു സഞ്ചരിക്കുമ്പോൾ പിതൃസ്ഥാനീയർക്ക് അനുകൂലമല്ല. രോഗാദി ദുരിതങ്ങൾ, അലർജി രോഗങ്ങൾ. 4-ാം ഭാവത്തിൽ ഇപ്പോൾ മേടമാസത്തിൽ ആദിത്യനും കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചെന്ന് ആവശ്യമില്ലാതെ ഇടപെട്ട് അപമാന അപകീർത്തിയൊക്കെ ഉണ്ടാക്കാവുന്നൊരു മാസമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നമ്മളറിയാത്ത കാര്യത്തിന് പോലും നമുക്ക് മാനഹാനിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ വ്യാഴം 5-ലാണ്, പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും കരകയറിപ്പോരും. സന്താനങ്ങളൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും സന്താനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള സമയമൊന്നുമല്ല. അവർക്ക് ഗുണമുള്ള സമയം തന്നെയാണ്. അടുത്തത് കുംഭക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പുരുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗമാണ് കുംഭക്കൂറ്. ഏഴശനിയുടെ അവസാന കാലഘട്ടം. മനോവ്യസനം വിട്ടൊഴിയുന്നില്ല. എങ്കിലും ലഗ്നശനി മാറി, അതിൻ്റെ ഒരു ഗുണമുണ്ട്. മനോവ്യസനങ്ങൾ വിട്ടൊഴിയുന്നില്ല. പിന്നെ ബുധൻ്റെയും ശുക്രൻ്റെയും 2-ലെ സഞ്ചാരം നല്ലതാണ്. ധനപരമായിട്ട് ഗുണമാണ്, കർമ്മരംഗത്ത് ഗുണമാണ്. ഇതൊക്കെ ഉള്ള സമയമാണ്. സർപ്പവും 2-ൽ തന്നെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. വാക്കുകൾ ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം മനോവ്യസനങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ചൊവ്വ 6-ാം ഭാവത്തിലാണ്, ധനപരമായിട്ട് ഗുണമാണ്. ശ്രദ്ധിക്കേണ്ടത് കേതു 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശത്രു പീഡകൾ ഉണ്ടാവാം. നമ്മൾ വിചാരിക്കാത്ത ആളുകൾ പോലും നമ്മളോട് ശത്രുതാപരമായിട്ട് പെരുമാറിയെന്ന് വരാം. അതൊക്കെ സമയത്തിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ വ്യക്തികളുടെ കുഴപ്പമല്ല എന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആരോടൊരു വിരോധമില്ലാതെ മുന്നോട്ട് പോവുക. വ്യാഴം 4-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. വ്യാഴം 4-ാം ഭാവത്തിൽ അത്ര അനുകൂലമൊന്നുമല്ല. ധനപരമായിട്ട് അപ്രതീക്ഷിതമായ ചിലവുകൾ വരാവുന്ന സമയം. മാതാവിന് അത്ര അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളെ ചൊല്ലി വഴക്കുകൾ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സഹോദര സ്ഥാനീയർക്ക് അത്ര അനുകൂലമല്ല. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. 3-ാം ഭാവത്തിലാണ് ഇപ്പോൾ ആദിത്യൻ സഞ്ചരിക്കുന്നത്. അത് പൊതുവെ അനുകൂലമായ സമയമാണ്. പൊതുവെ ധനപരമായിട്ടൊക്കെ കുംഭക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ധനപരമായ കാര്യത്തെ ചൊല്ലി വഴക്കുകൾ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് ഗുണമൊക്കെയാണ്. ബുധൻ്റെയും ശുക്രൻ്റെയും 2-ാം ഭാവത്തിലെ സഞ്ചാരം. പിന്നെ ഏഴരശനിയുടെ അവസാന കാലഘട്ടമാണ്. അപ്പോൾ
സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചിലവുകൾ ഒരുപാട് വരും. കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന സമയം കൂടിയാണ്. അതൊക്കെ കണക്കാക്കി മുന്നോട്ട് പോവുക. അടുത്തത് മീനക്കൂറുകാരുടെ കാര്യമാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറുകാർ. ശനി ലഗ്നത്തിൽ സഞ്ചരിക്കുകയാണ്. സർപ്പം ലഗ്നത്തിലാണ്, ബുധശുക്രന്മാർ ലഗ്നത്തിലാണ്. അപ്പോൾ ശനി ലഗ്നത്തിൽ സഞ്ചരിക്കുമ്പോൾ വിദേശ ഗമനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ദൂരദേശ ഗമനം എന്നാണ് പറയുന്നത്. കാരണം ഏഴശനിക്കാലത്താണ് വീട് വിട്ട് പോവുക, വിദേശ ഗമനം, അവിടെ ചെന്ന് അലച്ചിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏഴശനിയാണ്. അത് ലഗ്നത്തിൽ ശനി വരുമ്പോൾ ദൂരദേശ ഗമനം, ഈ ഭൂമി തന്നെ വിട്ടു പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്താണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പിന്നെ സർപ്പം, ബുധൻ, ശുക്രൻ ഇതൊക്കെ ലഗ്നത്തിൽ സഞ്ചരിക്കുകയാണ്. ഈ ബുധൻ ലഗ്നത്തിൽ സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമൊന്നുമല്ല. കാരണം ദുർഭാഷണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ശുക്രൻ ഉച്ചത്തിൽ ലഗ്നത്തിൽ സഞ്ചരിക്കുന്നു. അഷ്ടമാധിപനും കൂടിയാണ്. ഗുണമാണ് ശുക്രൻ്റെ ഉച്ചത്തിലെ ലഗ്നത്തിലെ സഞ്ചാരം. പക്ഷേ അഷ്ടമാധിപനും കൂടി ആയതുകൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഗുഹ്യരോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ ഇതൊക്കെ വരാം. പിന്നെ ചൊവ്വ 5-ാം ഭാവത്തിൽ, അപ്പോൾ ദ്രവ്യനാശങ്ങൾ ഇതൊക്കെ വരാം. കേതു 7-ാം ഭാവത്തിൽ, മനക്ലേശങ്ങൾ അനുഭവിക്കാൻ സമയം. വ്യാഴം 3-ലുമാണ്. പലതരത്തിലുള്ള ദേഹോപദ്രവങ്ങൾ, മാനസിക ശാരീരിക പീഡനങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയം. പ്രവർത്തന രംഗത്ത് ചെറിയ രീതിയിലുള്ള ശുക്രൻ്റെ ഉച്ചത്തിലുള്ള സഞ്ചാരം ഗുണം ചെയ്യുമെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും മീനക്കൂറുകാർക്ക്. വാതരോഗങ്ങൾ വരാം. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. 4-ഉം 7-ഉം ഭാവാധിപനായ ബുധൻ ലഗ്നത്തിലാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുടുംബത്തിൽ നിന്ന് തന്നെ ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ ഏൽക്കേണ്ടി വരാം. നമ്മുടെ വാക്കുകൊണ്ട് പോലും ശത്രുക്കൾ ഉണ്ടാവാട്ടോ കുടുംബത്തിൽ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മൂലം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. പങ്കാളിയുടെ സഹായമൊക്കെ കിട്ടും. എങ്കിലും 7-ാം ഭാവത്തിലെ കേതുവാണ്. അപ്പോൾ ദാമ്പത്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ വാക്കുകൾ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്കും ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല. കാരണം 5-ൽ ചൊവ്വയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ തന്നെ വാതരോഗങ്ങൾ വരാം. നട്ടല് സംബന്ധമായ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം. ഗുഹ്യരോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ അലട്ടാവുന്ന സമയത്തിലൂടെയാണ് മീനക്കൂറുകാർ കടന്നു പോകുന്നത്. വ്യാഴവും അനുകൂലമല്ല, ദൈവാധീനം ഒട്ടും ഇല്ലാത്ത സമയമാണ്. 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി യത്നിക്കും. പക്ഷെ അത് കിട്ടില്ല, കുറയും. അതിൻ്റെ റിസൾട്ട് വളരെ കുറയും. പിന്നെ 2-ാം ഭാവത്തിൽ ആദിത്യനും കൂടി സഞ്ചരിക്കുന്ന സമയമാണ് മീനക്കൂറുകാർക്ക്, മേടമാസം. അപ്പോൾ മനോവ്യസനങ്ങൾ മീനക്കൂറുകാർക്ക് വിട്ടൊഴിയുന്നില്ല. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള വേദാദി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഫല നിരൂപണമാണ്. അതറിഞ്ഞ് കേൾക്കുക. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും